ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 സ്വാഗതം. അപ്പം ഞാൻ ഇത് കണ്ടോ, കഞ്ഞി 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 ഇച്ചിരി കഞ്ഞി കിട്ടി കേട്ടോ. ഉടച്ചേറിയും കഞ്ഞിയൊന്നും എനിക്ക് ഇഷ്ടമുള്ളതല്ല കേട്ടോ. നമുക്ക് ഇച്ചിരി ചോറ്, സദ്യ എനിക്കിഷ്ടമാണ്. അമ്പലത്തിൽ സദ്യ ഇഷ്ടമാണ്. പൊതുവെ കഞ്ഞിയോട് വലിയ താല്പര്യമില്ല. പയറും കഞ്ഞിയും കുടിക്കും. വെറും നമ്മുടെ സാധാ പയറുണ്ടല്ലോ, ആ പയറിട്ട് വയ്ക്കുന്ന കഞ്ഞി കുടിക്കും. പക്ഷെ ഇങ്ങനത്തെ കഞ്ഞി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കഞ്ഞി കുടിക്കാൻ എടുത്തപ്പോൾ കഞ്ഞിയെക്കുറിച്ചൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കഞ്ഞിയുമായി ഞാൻ എത്തിയിട്ടുള്ളത്. കഞ്ഞി ഇഷ്ടമുള്ളവരൊക്കെ വന്നോളൂ. എന്നെ പോലെ കഞ്ഞി ഇഷ്ടമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയോളൂ. അപ്പോൾ കഞ്ഞി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് കഞ്ഞിയെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കഞ്ഞി കുടിക്കാനെടുത്തപ്പോൾ കഞ്ഞിയെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ്. ഇന്ന് മൊത്തം കഞ്ഞിയാണ്. വേറെ കഞ്ഞി എന്ന് പറയുമ്പോൾ പല ഉദ്ദേശങ്ങളുണ്ട്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആ കഞ്ഞിയല്ല ഈ കഞ്ഞി. നമ്മൾ ചിലരെ പറയല്ലോ മോശം. വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മളെ തിരുവനന്തപുരത്തുകാർ കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞി സ്വഭാവം. അവൻ്റെ സ്വഭാവം കൊള്ളൂല, അല്ലെങ്കിൽ അവളെ സ്വഭാവം കൊള്ളൂല, വെറും കഞ്ഞി സ്വഭാവം. അപ്പോൾ ആ കഞ്ഞിയല്ല ഈ കഞ്ഞി കേട്ടോ. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കഞ്ഞി എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാം. വീഡിയോ കാണുന്നവർ കാണുക, എല്ലാത്തിൽ പോട്ടെ. ഇത് കാണുമ്പോൾ നിങ്ങളെന്നെ വിചാരിക്കും, പെണ്ണും പിള്ളേക്ക് വട്ടാണോ, ഇവരെന്തുവാ ഈ തള്ളി മറിക്കണമെന്ന് ചോദിക്കും. എന്ത് വിചാരിച്ചാലും നിങ്ങൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും നോ പ്രോബ്ലം. അതൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴുണ്ടല്ലോ, കന്നഡ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കന്നഡ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വരുന്ന വഴിക്ക്, നമ്മൾ വണ്ടിയിലാണല്ലോ വരുന്നത്, 2 വീലറിലാണല്ലോ വരുന്ന വഴിക്ക് ഒരിടത്ത് കഞ്ഞി ഒഴിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ എല്ലാവരും കഞ്ഞി വാങ്ങിച്ച് കുടിക്കുന്നു. കഞ്ഞി വാങ്ങിച്ച് കുടിക്കുന്നവരും കഞ്ഞി വാങ്ങിക്കൊണ്ട് പോകുന്നവരും. കുറച്ച് ഞാൻ ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡ്, ഞാനും ഇച്ചിരി കഞ്ഞി വാച്ചാൽ ഇന്ന് ചോറൊന്നും വെച്ചില്ല കേട്ടോ. ഇന്ന് ചോറൊന്നും വെച്ചില്ലായിരുന്നു. രാവിലെ എണീറ്റ് ജോലിക്ക് പോയി. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലോ ലൈവിലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ നമുക്കൊരു കൊല്ലത്തൊരു പാല് കാച്ചുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനങ്ങ് പോയി. അപ്പം നമ്മൾ ചോറും കറിയൊക്കെ അരാപരയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ചോറൊന്നുമില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയി പുറത്തുനിന്ന് കഴിക്കും. അപ്പോൾ ഞാനും വന്നിട്ട് റേഷൻ അരി ഉണ്ടായിരുന്നു. റേഷൻ അരി ഇട്ട് വെച്ച് നത്തോലി കരിവാളുണ്ട്, അതുകൊണ്ടായിരുന്നു. അത് വെക്കാന്നൊക്കെ പ്ലാൻ കൂട്ടി വന്നതാണ്. പക്ഷെ വരുന്ന വഴിക്ക് കഞ്ഞി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ രാവിലെ കാപ്പി കൊണ്ടുപോയി ഒരു പാത്രം ഉണ്ടായിരുന്നു, കുഞ്ഞൊരു പാത്രം. എന്തായാലും വാങ്ങാം, എനിക്ക് വേണ്ടെങ്കിലും മോനെങ്കിലും കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുപോയി പാത്രം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഒഴിക്കാൻ തന്ന മോനോട് പറഞ്ഞു, മോനെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇച്ചിരി ചോറ് മാത്രമായിട്ട് വെക്കാൻ പറഞ്ഞു. മോനാണെങ്കിൽ കുറച്ച് ചോറ് കൊടുത്ത് വെച്ച് അതിലോട്ട് കുറേ കറിയും കൂടെ വെച്ചിങ്ങ് തന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് വെള്ളം ചൂടാക്കി അതിന് മിക്സാക്കിയിട്ട് മോൻ വന്നപ്പോൾ അവൻ കഞ്ഞി കുടിച്ചു കേട്ടോ. അച്ചാറും കഞ്ഞിയായിട്ട് അവൻ കുടിച്ചു. ഞാൻ കുടിച്ചില്ല. ഞാൻ കുടിക്കാണ്ട് വന്ന് എന്തൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ലൈറ്റായിട്ട് തണ്ണിമത്തൻ വാങ്ങിക്കൊണ്ട് തണ്ണിമത്തനെ കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നു. എന്നിട്ട് ഞാനിപ്പോൾ കഞ്ഞി കുടിക്കാത്തപ്പോഴാണ് വന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നമ്മുടെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കഞ്ഞിയെക്കുറിച്ചൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി ഒരു വീഡിയോയും കൂടെ എടുക്കാം. എന്തായാലും കഞ്ഞി കൊടുപ്പും വീഡിയോയും കൂടെ ഒരുമിച്ചാകട്ടെ എന്ന് കരുതി. നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാലും നിങ്ങൾ കാണത്തില്ല. പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടണ, ഇത്തിരി പിന്നെ ആൾക്കാർക്ക് ഇച്ചിരി ഗ്ലാമറൊക്കെ വരട്ടെ എന്നും പറഞ്ഞ് നമ്മളൊരു വീട്ടിൽ ടിപ്പിട്ടപ്പം കാണാൻ ആളില്ല. നമ്മൾ ഇടുന്നത് ഇച്ചിരി ഗ്ലാമറൊക്കെ നിങ്ങൾക്കും വരട്ടെ എന്നും പറഞ്ഞ് നമ്മളിട്ടപ്പം നിങ്ങൾക്ക് കാണാൻ ആളില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കാണണ്ട. പിന്നെ എന്തിനാ ഞാനത് ഇടുന്ന? അതുകൊണ്ട് ഞാനങ്ങ് മടിച്ചിട്ട് ഇന്ന് കഞ്ഞി കുടിക്കുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫോണും എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ എത്തിയത്. ഇപ്പോൾ കഞ്ഞി, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൾക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊക്കെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് അമ്പലത്തിലൊക്കെ അന്നദാനം ഉണ്ടെങ്കിൽ അവൾക്ക് ചോറ് ഇഷ്ടമില്ല. കഞ്ഞിയാണെങ്കിൽ അവൾ പറയും കുടിക്കും. ചോറൊക്കെ ഉണ്ടെങ്കിൽ അവൾ വീട്ടിൽ വാങ്ങിച്ചോണ്ട് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി. ഇച്ചിരിയേ ഉള്ളേ. വരുന്ന വഴിക്ക് മോക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ തന്നില്ല. ഞാനിങ്ങ് കൊണ്ടുവന്നു. ഇത്തിരി തോനെ ഉണ്ടായിരുന്നെ കൊണ്ട് കൊടുക്കുമായിരുന്നു. മോക്കും കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടം, എല്ലാവരും കഞ്ഞിയുടെ ആൾക്കാരാണ്.
അത് ഇഷ്ടമില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ കുടിക്കുമെന്ന് ചോദിച്ചാൽ കുടിക്കൂലെന്ന് ചോദിച്ചാൽ കുടിക്കും. അച്ചാർ, മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കും. അപ്പം ഞാനത് കുടിക്കാനെടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ എൻ്റെ വാർത്തകളോട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. എണീറ്റ് വിളക്കം കത്തിച്ച് വെച്ചിട്ട് കഞ്ഞി കുടിക്കുന്നു. 8 മണിയെന്തോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക. പിന്നെ ഒരു കാര്യം പറയണ്ടായിരുന്നു. നമ്മൾ മീൻ കട്ടിങ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. ഞാൻ അത് നല്ലൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഇട്ട കേട്ടോ. മീൻ കട്ടിങ് ഞാൻ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. മീൻ കട്ട് ചെയ്യാൻ അറിയാഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഇന്നും നന്നായിട്ട് മീൻ കട്ട് ചെയ്യാൻ അറിഞ്ഞൂടാത്തവരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കട്ടിങ് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ലീവൊക്കെ കഴിഞ്ഞ് ഓഫീസിലോട്ട് ചെന്നപ്പോൾ അവിടെയുള്ളവർ നിൻ്റെ മീൻ കട്ടിങ് അടിപൊളിയാണടിയേ. പോരാത്തിന് അവിടെ ഉള്ളവർ ഇവളൊരു മീൻ കട്ടിങ് വീഡിയോ ഇട്ട് കേട്ടോ, ഇവളൊരു മീൻ കട്ടിങ് വീഡിയോ ഇട്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെയുള്ളൊരു കൂട്ടുകാരി എല്ലാവരോടും പറയണുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. നമ്മളെ കൊണ്ട് ഇങ്ങനെയും ചില ഉപകാരങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്കൊക്കെ വലിയ പ്രയോജനം ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ 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 സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. പിന്നെ ഞാൻ വെയിലൊക്കെ കൊള്ളുന്നത് കൊണ്ട്, വെയിലത്തൊക്കെ പണിയെടുക്കുന്നത് കൊണ്ട് എല്ലാവരും പറഞ്ഞ് എൻ്റെ ഗ്ലാമർ എല്ലാം പോയി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഉണങ്ങുന്നെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ കഴുത്തിനൊക്കെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, ഉണങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. വീണ്ടും ഉണങ്ങുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. കഴുത്തിനാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു ടിപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഷോർട്ടായിട്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എത്തിക്കാം. ഇന്നലെ നമ്മൾ അതിട്ടതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും കാണുന്നില്ല. ആർക്കും അതൊന്നും വേണ്ടെന്നേ. അവരൊക്കെ പൈസ കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്നും അറിയാണ്ട് പാടുപെടാണ്ട് നൈസായിട്ട് കാര്യം നടത്തുക. കയ്യിൽ കാശുണ്ടെങ്കിൽ പാടുപെടേ വേണ്ട. കാശ് കൊടുക്കുക, അവിടെ ചെന്ന് AC റൂമിൽ ഇരുന്ന് കൊടുക്കുക. അവരെല്ലാം നമ്മളെ സുന്ദരികളാക്കി വിടും. അപ്പം കാശ് കൊടുക്കാനില്ലാത്തവർക്ക് നമ്മുടെ ഈ കുഞ്ഞു ടിപ്പൊക്കെ നിങ്ങൾ പരീക്ഷിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ടിപ്പ് ഞാൻ ഷോർട്ടായിട്ടെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് ആർക്കും കാണാൻ നേരമില്ല. അപ്പം നിങ്ങളൊക്കെ അത് പോയി കാണണം കേട്ടോ. എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. എനിക്ക് നല്ല മാറ്റം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ഓട്ടിച്ചിട്ട് അടിക്കൂലേ? പ്രയോജനമില്ലാത്ത സംഭവമൊക്കെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടാൽ എല്ലാവരും കൂടെ എന്നെ ഓട്ടിച്ചിട്ട് അടിക്കൂലേ? എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പോയി ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് എല്ലാവരും സുന്ദരനും സുന്ദരികളുമായിട്ട് നടക്കാൻ ശ്രമിക്കുക. 10 പേര് കാണട്ടെന്നേ. 10 പേര് നമ്മുടെ സൗന്ദര്യം കണ്ട് അസൂയപ്പെടട്ടെന്നേ. കഞ്ഞി പോകുമോ എന്തോ. കഞ്ഞി കുടിക്കാൻ എടുത്തെടുത്ത് കഞ്ഞി കുടി നടക്കുന്നില്ല, വാചകം മാത്രം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തായാലും കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും കറിക്കൊക്കെ നല്ല കറി കൂടുതലുള്ളതുകൊണ്ട് കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു ഏതൊക്കെ പറഞ്ഞു എനിക്ക് തന്നെ നിശ്ചയമില്ല. അപ്പം എല്ലാ പേർക്കും ശുഭരാത്രി പറയാൻ ഉറങ്ങാൻ സമയമില്ല. അതുകൊണ്ട് ശുഭരാത്രി പറയുന്നില്ല. എല്ലാവരും വീഡിയോ കണ്ടു നമ്മളെ അങ്ങോട്ട് മേലെ ഉയർത്തി കൊണ്ടുപോവുക. നിങ്ങൾ 100-150 കണ്ട് കാണല്ലേ? എല്ലാവരും കാണണം കേട്ടോ വീഡിയോ. നിങ്ങൾ എന്താണാവോ നമ്മുടെ വീഡിയോ മാത്രം കാണാണ്ട് ഈ തിരുമോന്ത കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഈ വാചകമടി കേട്ടിട്ട് എൻ്റെ വാചകമടി ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ഈ തിരുമോന്ത ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ കൊണ്ടാണോ നിങ്ങൾ വീഡിയോ കാണാത്തോ? എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക കേട്ടോ. ഇഷ്ടപ്പെടാത്തവരൊക്കെ പോകുന്നവർ പോട്ടെന്നേ, ഉള്ളവർ മതിയെന്നേ. 10 ആണെങ്കിൽ 10. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ കാണുക കേട്ടോ.